ആറ്റിങ്ങൽ OS അംബിക തന്നെ മത്സരിക്കും. ഒരു പക്ഷേ അവസാന സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതുവരെയുള്ള ധാരണ പ്രകാരം OS അംബിക തന്നെ മത്സരിക്കും. ചിറയൻകീഴ് സീറ്റാണ് പിന്നെ ഒന്നുള്ളത്. വി ശശിയാണ്. വി ശശി 2 ടേം കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുതിയൊരു മുഖത്തെ അവിടെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ആലോചന CPI നേതൃതലത്തിലും നടക്കുന്നുണ്ട്. പാവനൂർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ DK മുരളിയെ തന്നെ മത്സരിപ്പിക്കണം. കാരണം ഒരു പുതുമുഖത്തെ കൊണ്ടുവന്നാൽ കോൺഗ്രസിന് BDJS-നൊക്കെ കുറച്ച് വോട്ടുള്ള സ്ഥലമാണ് വാമനപുരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറൊരു മുഖത്തെ കൊണ്ടുവന്ന് ഒരു ജയത്തിൻ്റെ ഒരു സാധ്യത കുറയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് കോവളമാണ്. കോവളം JDS-ന്റെ കയ്യിലാണ് നിലവിൽ ഉള്ളത്. അവർ ആ സീറ്റ് വിട്ടുകൊടുക്കില്ല. അവിടെ ആര് മത്സരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എം വിൻസെൻ്റാണ് അവിടുത്തെ MLA. UDF-ന്റെ ഏക MLA ആണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള. എന്തായാലും അവിടെ ഒരു മത്സരത്തിൻ്റെ പ്രതീതി കൊണ്ടുവരാൻ JDS-ലെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് കഴിയുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇതാണ് മണ്ഡലങ്ങളുടെ ഒരു പൊതുസ്ഥിതിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ വർക്കല ബിജോയ് അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വർക്കല ജില്ലാ സെക്രട്ടറിമാർ അങ്ങനെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രീതി CPM-ന് ഇല്ല. പക്ഷേ വി ജോയ് ഇവിടെ മത്സരിക്കണമെന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്ന് വരുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം മത്സരിച്ചാലേ അവിടെ ജയിക്കത്തുള്ളൂ എന്നൊരു പ്രതീതി പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വി ജോയ്ക്ക് ഇളവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കാൻ ഉള്ള ആലോചനയാണ് നേതൃതലത്തിൽ നിലവിൽ നടക്കുന്നത്. അങ്ങനെ 14 സീറ്റിൽ 13 എണ്ണത്തിൽ ഇടതുമുന്നണി ജയിച്ചിരുന്നു. ഇപ്പോൾ 12 സീറ്റ് ഉണ്ട്. അവിടെയെല്ലാം സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കട്ടെ എന്ന് പൊതുധാരണയിലേക്ക് LDF-ഉം CPM-ഉം CPI-യും എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ ജിൽസി. അപ്പോൾ അത് തന്നെയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് മിക്കവാറും സിറ്റിംഗ് MLA-മാർ തന്നെ കൈയടക്കാനുള്ള കഴിഞ്ഞ ദിവസം 85 സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്നൊരു ഫോർമുല UDF പുറത്തുവിട്ടില്ല. അതിനകത്ത് തിരുവനന്തപുരത്ത് 5 സീറ്റ് പിടിക്കാനും കഴിയുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. അതിനകത്ത് അവർ പറയുന്നത് കോവളം അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ഇപ്പോൾ അരുവിക്കവറ പണ്ട് ജയിച്ചതാണ്. എന്താ പറയുക, തിരുവനന്തപുരം സെൻട്രൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കെ മുരളീധരൻ മത്സരിക്കാൻ പോകുന്ന വട്ടിയൂർക്കാവ് സീറ്റ് മുമ്പ് മുരളി ജയിച്ചതാണ്. ഇപ്പോൾ വർക്കലയുടെ കാര്യം സേഫ് പറഞ്ഞു. വർക്കലയിലും പണ്ട് വർക്കല കഹാറൊക്കെ പണ്ടെന്ന് കുറെ മുമ്പൊന്നും അല്ല കേട്ടോ. ഇപ്പൊ 2011 വർക്കല കഹാർ ജയിച്ച സീറ്റ് അങ്ങനെ ഒരു 5 സീറ്റ് ജയിക്കാൻ പറ്റും എന്നാണ് UDF കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ബദലായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള MLA-മാരെ തന്നെ നിലനിർത്തി ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് LDF കൂടെ എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ടപ്പ എന്ന് പറഞ്ഞ് നടക്കാൻ പോവുകയാണ്.